ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി ടി സുനന്ദാമ്മ. 2. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ഉറുദു പത്രം. 3. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്. 4. സൺയാൻസന്റെ തത്വങ്ങളിൽ ഏവ? 1. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അതിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ സി 1, 2, 3. 5. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 193 അംഗങ്ങളാണുള്ളത്. 6. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി. 7. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 8. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. 9. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്? ഓപ്ഷൻ ഡി ആർദ്രത. 10. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. 11. ഉൾനാടൻ ജലപാതയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് കാക്കിനാഡ പുതുച്ചേരിയാണ്. 12. പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്? ഓപ്ഷൻ ഡി 66 ഡിഗ്രി. 13. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? 13ൻ്റെത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. 14. ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ്. 15. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലയളവിലാണ്? ഓപ്ഷൻ സി ആണ് 3-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. 16. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ശ്രേണിയിൽ ശരിയായത് ഏതാണെന്നാണ്? ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. 17. താഴെ പറയുന്ന നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. 18. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. 19. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ നിർമ്മാണ മേഖല നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. 20. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് ഒരു രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്ര മേഖല. 21. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനാവാത്തത്? 21 ഓപ്ഷൻ ബി ആണ് ജനാധിപത്യമാണ്. 22. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? 22 ഓപ്ഷൻ ഡി ആണ് 1, 2, 4 ആണ്. 23. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് കാര്യനിർവഹണ വിഭാഗം. 24. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 2, 3, 4 ആണ്. 25. ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ ബി ആണ് സഹമന്ത്രി. 26. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 1, 3 ആണ്. 27. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ഏത് സംസ്ഥാനത്താണ്? അത് ഡിലീഷനാണ് ക്വസ്റ്റ്യൻ. 28. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ് ജനനി ജന്മരക്ഷയാണ്. 29. കല്ലൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഓപ്ഷൻ ബി ആണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം.
30. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയൻ. 31. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ എല്ലാം ഡിലീഷനാണ് വന്നിരിക്കുന്നത്. 31 അപ്പം ഡിലീഷനാണ്. 32. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? 32 ബി ആണ് വരുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. 33. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? എ ആണ് കുടുംബശ്രീ. 34. മസ്തിഷ്കത്തിൽ ഡോപമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളിൽ ക്രമരഹിതമായ ചലനം, ശരീരതുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺസ് ആണ്. 35. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് സോറിയാസിസ്. 36. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ സി ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ്. 37. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേത്? ഓപ്ഷൻ ഡി ആണ് നിശബ്ദ വസന്തം. 38. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ എ ആണ് കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. 39. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയും വന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്? ഓപ്ഷൻ സി ആണ് സ്നേഹപൂർവം. 40. പുൽമേടുകൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്? ഓപ്ഷൻ ബി ആണ് അറ്റ്പാടി. 41. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? 41. ഓപ്ഷൻ സി ആണ് നിംഫ് ആണ് ഹൈദരാബാദ്. 42. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? ഓപ്ഷൻ സി വിസരണം. 43. ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഓപ്ഷൻ എ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. 44. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഓപ്ഷൻ സി ആണ് വരുന്നത് പാസ്കൽ നിയമം. 45. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 46. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര്? ഓപ്ഷൻ എ ആണ് വിക്രം. 47. ആധുനിക ആവർത്തന പട്ടികയിൽ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഓർഗാനിസം. 48. ഏത് നിശ്ചിത അനുപാതത്തിലാണ് ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർന്നാണ് അക്വ റീജിയ ലഭിക്കുന്നത്? 48 എ ആണ്. 49. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങൾ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് 1 സി, 2 എ, 3 ഡി, 4 ബി. 50. ഏറ്റവും കാഠിന്യമുള്ള ലോഹമേത്? ഓപ്ഷൻ സി ആണ് ക്രോമിയം. 51. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 52. താഴെ നൽകിയിരിക്കുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ ആണ് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. 53. ഋഷി ശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ സി വയലോപ്പള്ളി ശ്രീധരമേനോൻ. 54. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാനായി താണ്ടിയ ദൂരം? ഓപ്ഷൻ ബി ആണ് 87.58 മീറ്റർ. 55. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ? ഓപ്ഷൻ ബി ആണ് അണ്ടിൽ ഓഗസ്റ്റ്. 56. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ? ഓപ്ഷൻ സി ആണ് ദി സോങ് ഓഫ് ഇൻട്രസ്റ്റ്. 57. നന്മകൾ കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ഏതാണ്? ഓപ്ഷൻ എ ആണ് അയ്യപ്പ പണിക്കറാണ്. 58. രചയിതാക്കളും രചനകളും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 1 സി, 2 ഡി, 3 ബി, 4 എ ആണ്. 59. ഒരു നെറ്റ്വർക്ക് ഹബിൽ കാര്യമായ ശരിയായ പ്രസ്താവന ഏതാണ്? 59 സി ആണ് ശരിയുത്തരം, 1 മാത്രം.
60 സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഫങ്ഷൻസ്. 61 ഒരു വയർലെസ് റൂട്ടിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ ആണ് വയർലെസ് റിപ്പീറ്റർ ആണ്. 62 ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് മൗസ് ആണ്. 63 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? 63 ബി ആണ് ഗൂഗിൾ ക്രോം. 64 പോസ്കോ നിയമത്തിൽ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി വിഭാഗം 14 ആണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. 66 DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തിനെ നിർവചിക്കുന്നത്? 66 ബി ആണ് വരുന്നത് വിഭാഗം 3. 67 ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? 67 എ ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 68 നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 68 ബി ആണ് 25,000 രൂപ. 69 വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? അത് ഡിലീഷൻ ആണ് ക്വസ്റ്റ്യൻ. 70 ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം.